കൊച്ചിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ആയതിനു ശേഷം കുറച്ച് സിനിമാ പ്രാന്ത് എനിക്ക് കൂടിയിട്ടുണ്ട്. ഇറങ്ങുന്ന സിനിമകൾ അപ്പം കാണണം എന്നെന്തോ ഒരു നിർബന്ധമായി വന്നിരിക്കണോ. ഇപ്പം നിങ്ങൾ ചില്ലുംകുട്ടി കാണുന്ന പൊടിയില്ലേ, അത് അവലൂസൂടിയൊന്നുമല്ല. ആദ്യമേ ഞാൻ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ സിനിമയും കണ്ട് ഫ്ലാറ്റിലൊക്കെ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് പിസി ചൂടാക്കി കഴിച്ചു. പിന്നെ കുറച്ച് ശവായം കൂടെ കഴിച്ചു. എല്ലാം കുറച്ച് മാത്രം. എപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കൊച്ചാന്നല്ല. ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ. ഹായ് മേരി പ്യാരി യൂട്യൂബേഴ്സ്, യു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജാസ്മിൻ്റെ ഈ ഒരു വ്ലോഗ് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിരിക്കും ചെയ്യുന്നതെന്നല്ലേ. പക്ഷേ അല്ല, ഇതൊരു ആപ്പിൻ്റെ പ്രൊമോഷനാണ്. നമ്മുടെ സുജിൻ, മല്ലു ഫാമിലിയിലെ സുജിൻ, നിക് വ്ലോഗ്സ്, പിന്നെ ഫസ്മിന സക്കീർ, ഇവർക്കൊക്കെ ശേഷം അടുത്ത ഒരു തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ആൾക്കാരെ എങ്ങനെ ട്രാപ്പിലാക്കാം അല്ലെങ്കിൽ ആപ്പിലാക്കാം എന്നുള്ളൊരു ആപ്പിൻ്റെ പ്രൊമോഷനും കൊണ്ടാണ് ജാസ്മിൻ മാഡം വന്നിട്ടുള്ളത്. വേറെ ആപ്പൊന്നുമല്ല, ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഈ ഇൻസ്റ്റയിൽ അല്ലാണ്ടൊക്കെ ആഡ്സിൽ കണ്ടിട്ടുണ്ടാവും. ഫ്രണ്ട് ആപ്പ് കുറേ പേരൊക്കെ വന്നിട്ട് സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ജാസ്മിൻ്റെ ബാക്കി വീഡിയോയും കൂടെ ഒന്ന് കാണാം. നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും. ഗെയിംസ് കളിക്കാൻ പറ്റും സേഫായിട്ട്. പിന്നെ ഇതിനകത്ത് എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ലിങ്ക് വേണ്ടവർ. ഈ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിലും നല്ലത് നിങ്ങൾ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാമെന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്ക് അത്ര ബോറടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്കിൽ നിങ്ങളൊന്നെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ ഫോണിൽ ഫ്രണ്ട് ആപ്പ് അല്ലാണ്ട് ഇഷ്ടംപോലെ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാണാൻ. ഫ്രണ്ട് ആപ്പിനെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല ഭക്ഷണം കഴിക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒന്നും. ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഇതിൽ കാണുന്ന ആളുകൾ എത്രത്തോളം അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന സാധനമോ അതിൻ്റെ ഒരു ആഡോ പ്രൊമോഷനോ ഒന്നിനോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു വിധത്തിലുള്ള താല്പര്യം തോന്നുന്നില്ല. അത് കാണുന്ന സമയത്ത് മറ്റുള്ളവരോട് അത് ഉപയോഗിക്കരുത് എന്ന് പറയാനേ തോന്നുള്ളൂ. കാരണം ജാസ്മിനും കൂടെ കാണുകയാണെങ്കിൽ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ 2025 തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ക്രൈമുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാം കൊണ്ടും ഫേസ്ബുക്ക് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും നശിച്ച ഒരുപാട് കുടുംബങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇത്രയും ക്രൈമും കാര്യങ്ങളും നടക്കെ വീണ്ടും അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് കരുതി ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണിത്. മല്ലു ഫാമിലിയിലെ സുജിനൊക്കെ ഗാംബ്ലിംഗ് ആണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് പൈസ പോകുന്നത്. പക്ഷെ ജാസ്മിൻ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ആപ്പ് കൊണ്ട് ഒരാൾക്ക് പൈസ മാത്രമല്ല, മാനനഷ്ടം, പിന്നെ ശാരീരികമായ വേറെ നഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വഴി ഫ്രണ്ടിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ശരിയായ ഒരു ഏർപ്പാടാണോ? ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് തനിയെ ഉണ്ടാവേണ്ടതല്ല. ആ ഒരു ബോണ്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തനിയെ ഉണ്ടായി വരുന്ന ഒരു സംഭവമല്ലേ. അല്ലാണ്ട് നമുക്കൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കണം എന്ന് കരുതി നമ്മൾ ഒരു ആപ്പും എടുത്തിട്ടിട്ട് അതിനകത്ത് കുറേ ആൾക്കാരെ സെർച്ചും ചെയ്ത് അവരായിട്ട് കുറേ ചാറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് അതൊക്കെ ശരിയായൊരു ഫ്രണ്ട്ഷിപ്പിലൂടെ തന്നെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇൻസ്റ്റാഗ്രാം വഴി തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോവും. നമ്മളെന്നല്ല, ഇത് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോവും. നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു ഹായ് അവസാനം അത് ചെന്ന് നിൽക്കുന്നത് വല്ല അവിഹിതത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നഷ്ടങ്ങളിലൊക്കെ ആയിരിക്കും. എത്ര വാർത്തകൾ ഉദാഹരണമായിട്ട് കാണുന്നുണ്ട്. അതേപോലെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്തോരം ആൾക്കാർക്ക് എന്തോരം നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ ഓരോ കുഴികളിൽ കൊണ്ടുപോയി ചാടിക്കാതിരിക്കുക. എന്തിനാണ് ഇങ്ങനത്തെ ഓരോ കുഴികളിലേക്ക് നിങ്ങളെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചാടിക്കുന്നത്? അവരൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അതിലൊരു 10 4 പേരെങ്കിലും ചിലപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ളവരായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രണ്ട് എന്ന് പറയുന്ന സാധനമൊന്നും ഉണ്ടാക്കേണ്ട സാധനമല്ല. ഇപ്പം ഞാൻ ജാസ്മിനോട് ചോദിക്കുക, ജാസ്മിൻ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യും. ഇപ്പം നമ്മളൊരു സാധനം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കുമല്ലോ നമ്മളത് ഒരാൾക്ക് പ്രൊമോട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു ഷാമ്പു ആവട്ടെ, ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ക്രീം ആവട്ടെ, ഫേസ് വാഷ് ആവട്ടെ, സോപ്പ് ആവട്ടെ, എന്താണെങ്കിലും നമ്മളൊരു സാധനം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സോ നേട്ടങ്ങളോ ഉണ്ടെങ്കിലേ നമ്മളത് മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ ജാസ്മിന് എന്ത് നേട്ടം അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റാണ് ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തത് വഴി ഉണ്ടായിട്ടുള്ളത്? ഫ്രണ്ട് ആപ്പ് വഴി ജാസ്മിന് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഇപ്പം ഈ ഒരു ആഡ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര കാലമായിട്ട് ജാസ്മിൻ അത് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്നു? അതുവഴി എന്തോരം ഫ്രണ്ട്സ് ഉണ്ട്? ഫ്രണ്ട്സിൻ്റെ പേര് പറയാൻ പറ്റും, എത്ര പ്രാവശ്യം അവരെ വീഡിയോ കോൾ, ഇതിൽ ഏതെങ്കിലും ഒരു സാധനം വിത്ത് എവിഡൻസ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് പറഞ്ഞ് ചെയ്ത ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വെറുതെ പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കുഴിയിലാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വിടരുത്. ജാസ്മിനോടും കൂടെയുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്, വേറെ ഒന്നുമല്ല. ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതിന് മുമ്പ് മണാലി പോയ സമയത്ത് ഒരുപാട് പേര് വിമർശനങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്ത ഒരാളാണ്. പക്ഷേ ഈ ഒരു സാധനത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാൻ ഇതിനു മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട് ആപ്പിൻ്റെ ഒരു ആഡ് കണ്ട സമയത്ത് ഞാൻ ആ ഒരു സംഭവം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇട്ട ആഡ് ഞാനത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, വായിച്ച് കേൾപ്പിച്ചു തരാം.
ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന 5 കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്യണം. ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. അത് ആ ഒരു ബോണ്ട് കണക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു സാധനമല്ല. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഈ PSC എക്സാം ഒക്കെ എഴുതുന്ന പോലെ നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യമില്ലാത്ത ചെറിയ കണക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഫ്രണ്ട് ആപ്പിൽ ശരിയായ കണക്ഷൻ എടുക്കൂ. ഫ്രണ്ട് ആപ്പിൽ നിന്ന് കിട്ടുന്നത് ശരിയായ കണക്ഷൻ ആവോ? എൻ്റെ മക്കളെ, പരസ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തും ഇങ്ങനെ വിളിച്ച് പറയരുത്. 365 ദിവസം ഒരു വീട്ടിൽ ഒപ്പരം താമസിക്കുന്ന കൂടെപ്പിറപ്പുകളെയോ അച്ഛനോ അമ്മേനെയോ മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ആപ്പിലൂടെ ശരിയായ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് എന്താ അർത്ഥമാണുള്ളത്? നിങ്ങൾ ഈ അഫ്വാന്റെ ന്യൂസ് ഒന്നും കണ്ടില്ലേ? എന്നാൽ അതൊന്ന് പോയി ഡീറ്റെയിൽ ആയിട്ട് ആ ന്യൂസിനെ കുറിച്ചൊന്ന് പഠിക്കും. എന്നിട്ട് ഇങ്ങനത്തെ ആഡിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വിടും. ശരിയായ കണക്ഷൻസ് ഉണ്ടാക്കാം. അതെ, കുറെ കണക്ഷൻസ് ഉണ്ടാവും. അതുവഴി കുറെ ഡിസ്കണക്ഷൻസും ഉണ്ടാവും. സിമ്പിൾ. ഇത്രയുള്ള ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ശരിയായ കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ പലർക്കും, +2 വരെ, ഡിഗ്രി, അങ്ങനെയുള്ള എല്ലാ കണക്ഷൻസും കട്ട് ചെയ്യുക. ഫ്രണ്ട് ആപ്പ് കയറുക. നിങ്ങൾക്ക് പറ്റിയ കണക്ഷൻ അതിലുണ്ടാവും. പഴയതൊക്കെ കളഞ്ഞേക്ക്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയട്ടെ, ഇങ്ങനെ പൈസയും വാങ്ങി പല പ്രൊമോഷൻസുമായിട്ട് പലരും വരും. നിങ്ങൾ അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സ്വന്തം ആപ്പിലാവാതിരിക്കുക. വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിന് നശിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ കൂടുതൽ. ബാച്ചിലേഴ്സിനെ പിന്നെ പറയേണ്ട കാര്യമില്ല. അവരുടെ പാടായി. പക്ഷെ വിവാഹം കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഡീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ ജീവിതം കൂടിയാണ് നിങ്ങൾ ഇങ്ങനത്തെ ആപ്പിലും കോപ്പിലും കൊണ്ടുപോയി തുലയ്ക്കുന്നത്. ഇവർ പൈസയ്ക്ക് വേണ്ടി പലതും പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യും. ഈ സുജിനൊക്കെ പറയുന്ന പോലെ ഗാംബ്ലിംഗ് കളിക്കും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. ഫ്രണ്ട് ആപ്പ് കയറും, നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാക്കാം. അതാകുമ്പോൾ തിന്നുമ്പോഴും പിന്നെന്താ കുളിക്കുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ ഫ്രണ്ട് ആപ്പ് എടുത്താൽ മതി. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഈ ടെന്നീസ് കോർട്ടിലോ അല്ലെങ്കിൽ ഫുട്ബോൾ കോർട്ടിലൊക്കെ പോയിട്ട് ഫുട്ബോളോ ടെന്നീസോ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യൂ. അവിടെയുള്ള ആൾക്കാരെ മോന്തയും കണ്ടിട്ട് നിങ്ങൾ ഈ ഗെയിമൊക്കെ കളിക്കുന്നതിൽ ബെറ്ററാണ് ഈ ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വീട്ടിൽ കുത്തിരുന്നിട്ട് ഗെയിം കളിക്കുക. അതാകുമ്പോൾ സമയം ലാഭിക്കാം, പുറത്ത് പോകണ്ട, കാശ് ലാഭിക്കാം, വെയിൽ കൊള്ളണ്ട, വേർക്കണ്ട. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഫ്രണ്ട് ആപ്പ് കൊണ്ട്. ഇങ്ങനത്തെ ആപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും സർക്കാർ ബാൻ ചെയ്യണം. തലമുറേനെ എങ്ങനെ നശിപ്പിക്കാം എന്നത് കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ആപ്പും കോപ്പൊക്കെയാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പും കാര്യങ്ങളും മാക്സിമം ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക. ഈ വക കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കുക. നിങ്ങളോടുള്ള കൺസേൺ കൊണ്ടും സ്നേഹം കൊണ്ടും പറയുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ